MP നാരായണമേനോൻ അങ്ങാടി പുഴക്കാട്ടിരിക്കാരൻ, അദ്ദേഹത്തിൻ്റെ മലബാറിൻ്റെ അബൂ താലിബ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. മലബാറിലെ മാപ്പിളമാരുടെ മലബാറിലെ പോരാട്ടത്തിൻ്റെ അബൂ താലിബായിരുന്നു. എൻ്റെ ദേഹത്ത് കയറിയിട്ടല്ലാതെ എൻ്റെ മൃതദേഹത്തിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ മാപ്പിളമാരെ തൊടാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ ആളാണ് MP നാരായണമേനോൻ. അപ്പോൾ ഈ മലബാറിൽ 1921 സമരം എന്ന് പറയുന്നത് ശരിക്കും ദേശീയ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമായി. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തുർക്കി ഖിലാഫത്തിനെ തകർത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ, ആ തുർക്കി ഖിലാഫത്ത് തകരുമ്പോഴാണല്ലോ ഇവിടെ ഫലസ്തീനിൽ ഒരു കുടിയേറ്റത്തിന് ഇവർക്ക് ധൈര്യം വരുന്നത്. ജൂതന്മാരെ കൊണ്ടുവന്ന് ഇരുത്താൻ പെട്ടെന്ന് ധൈര്യം വന്നത് തുർക്കി ഖിലാഫത്ത് തകർത്തുകൊണ്ടാണ്. ആ തുർക്കി ഖിലാഫത്ത് വീണ്ടെടുത്ത് തരാമെന്നാണ് ഈ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് ഒരു ഖിലാഫത്ത് മൂവ്മെന്റ് ഇവിടെ ഉണ്ടാകുന്നത്. ആ ഖിലാഫത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ കൂടി അണിചേരുകയാണ്. അതിൽ ഒരേ സമയം ബ്രിട്ടീഷുകാരെ തുരത്തണം. ബ്രിട്ടീഷുകാരെ തുരത്തിയാൽ ഇന്ത്യ സ്വതന്ത്രമാകും. ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചാൽ തുർക്കി ഖിലാഫത്ത് മുസ്ലിങ്ങൾക്ക് വീണ്ടും കിട്ടുകയും മക്കയുടെയും മദീനയുടെയും മേൽ ഉണ്ടായിരുന്ന ബൈത്തുൽ മുഖദ്ദിസിനെയും മേൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന അധികാരം ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. ആ അധികാരം മുസ്ലിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതാണ് 1921 മമ്പാടും മണ്ണാർക്കാടും മലപ്പുറത്തുമൊക്കെയുള്ള പള്ളികളിൽ നിന്ന്, പെരിന്തൽമണ്ണയിലുമൊക്കെയുള്ള പള്ളികളിൽ നിന്ന് തുർക്കി ഖലീഫയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ മലബാർ പോലീസിന്റെ കമ്പി സന്ദേശം ബ്രിട്ടനിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്താറുണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ നടത്തുന്ന പ്രാർത്ഥന തന്നെ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാൻ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഒരു മെയ്യായി നിൽക്കുന്നവരാണ് എന്നുള്ള ഒരു സന്ദേശം അതിനകത്തുണ്ടായിരുന്നു. അക്കാലത്തും ഇക്കാലത്തും എല്ലായ്പ്പോഴും അതുണ്ട്. അത് ഇപ്പം ഗസയിൽ മരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, അതിൽ ജൂതന്മാർ മരിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ മരിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ടോ മലബാറിലെ യുദ്ധ പോരാട്ടങ്ങളായിട്ടോ നടക്കുമ്പോൾ അതിനകത്ത് വെറും മുസ്ലിങ്ങൾ മാത്രമല്ല മരിക്കുന്നത്, ഹിന്ദുക്കൾ മരിക്കുന്നുണ്ട്. 1921 ഒക്ടോബർ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വാഗൺ ട്രാജഡി തൊട്ട് മുമ്പ് 1921 ഒക്ടോബർ മാസം 26-ാം തീയതി മലപ്പുറം മേൽമുറിയിൽ വീടുകളിൽ കയറി ബ്രിട്ടീഷ് പട്ടാളം ആളുകളെ കൊന്നപ്പോൾ 246 ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ വലിയൊരു പങ്ക് ഹരിജനങ്ങളായിരുന്നു, ദളിതർ. കാരണം മുടി മൊട്ടയടിച്ചവരും മാപ്പിളമാരും ഹരിജനങ്ങളും ഒരുപോലെ മുടി മൊട്ടയടിക്കും. അതുകൊണ്ട് മുടി മൊട്ടയടിച്ചവരെ കണ്ടാൽ കൊല്ലുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഇത്രയധികം ആളുകൾ ഉണ്ടാകുന്നതിൽ വലിയ പങ്കുണ്ട്. ദർസിൽ പോകുന്ന കുട്ടികളും മതാധ്യാപകരും ഒക്കെ മതരംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ് ഈ വാഗൺ ട്രാജഡിയിൽ കുടുങ്ങിയ കുറേ ആളുകൾ. എന്തുകൊണ്ട്? അവരുടെ വേഷം കണ്ടാൽ അറിയാം അവർ മുസ്ലിങ്ങളാണ് എന്നുള്ളത്. വേഷം കണ്ടാൽ മുസ്ലിങ്ങളാണ് എന്ന് തോന്നുന്നവരെയാണ് അവർ കൊന്നുകൊണ്ടിരുന്നത്. ഒരുപാട് വീട്ടുതൊടികളിൽ ഈ ഖബറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പലരെയും കണ്ടുമുട്ടാൻ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ ഒരു 10-40 കൊല്ലകാലത്തെ പത്രപ്രവർത്തന ജീവിതം എന്ന് പറയുന്നത് ഞാൻ ആ ഒരു സംഭവത്തിൻ്റെ അനുഭവം ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ പറഞ്ഞതാണ്. ഇവിടെ അല്ല, കുറുവമ്പലത്ത് പറഞ്ഞതാണ്. സലീമിന് ഓർമ്മയുണ്ടാവും. അതായത് ഒരു ദിവസം എൻ്റെ ചന്ദ്രിക ഓഫീസിൽ വന്നിട്ട് ഒരു സംഗതി എപ്പോഴും പറയും, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ വരുന്ന ആൾ പറയും, ഇവൻ്റെ വാപ്പ പഴയ ആന്തമാനിലൊക്കെ നാട് കടത്തപ്പെട്ട ആളാണ്. അപ്പോൾ ആദ്യം പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം വരുമല്ലോ, അതത്ര ഗവനിക്കൂല. തമാശ പറയാന്നുള്ള കണക്കാണ്. ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്റ്റൈലിൽ സംസാരിക്കുന്ന ആളാണ്. പിന്നെ അന്വേഷിക്കുമ്പോഴാണ് ആന്തമാനിക്ക് നാട് കടത്തപ്പെട്ട് തിരിച്ചു വന്ന ആളാണ്. അതിനുശേഷം ഉണ്ടായ മക്കളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം 1921 സംഭവങ്ങൾ പറഞ്ഞു. 1921 അവിടെ ഒരു ദിവസം അവിടുത്തെ ചോക്കാട്, കാളികാവിനടുത്തുള്ള ചോക്കാട് കാളി ചുണ്ടേമൂച്ചി കുഞ്ഞാമദാജി പറയുന്നുണ്ട്, മമ്പുറത്തെ പള്ളിക്ക് പട്ടാളം വെടിവെച്ചേക്കണ്, അതുകൊണ്ട് ഇനി നമ്മൾ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല, ഇനി വെള്ളക്കാരാന്ന് കാണുമല്ലോ മുഴുവൻ നേരിടുക, അതേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ആര് വെള്ളക്കാർ അവിടെ നോക്കിയിട്ട് വെള്ളക്കാരെ കിട്ടണ്ടേ? അപ്പോഴാണ് പുല്ലങ്കോട് എസ്റ്റേറ്റിൻ്റെ മാനേജർ ഈറ്റൺ എന്ന് പറയുന്ന ഒരു സായിപ്പുണ്ട്. അദ്ദേഹം ഇപ്പോൾ അവിടെ കലാപത്തിൽ അന്നത്തെ സമര പോരാളികളുടെ ഒരു മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത്, അത് പറയുന്നത് അയാളുടെ ഭാര്യ ഇപ്പോൾ പ്രസവത്തിന് വേണ്ടി ഊട്ടി പോയതാണ്, അതുകൊണ്ട് അയാൾ ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അതായത് ഒരു അക്രമം നടക്കുമ്പോൾ അയാളുടെ ഭാര്യയ്ക്കൊന്നും പറ്റരുത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇയാളെ പിടികൂടാൻ വേണ്ടി ചെന്നു. അയാൾ ഇറങ്ങി ഓടി. അയാളുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു, ഈ നായ കുരച്ചു. അപ്പോഴാണ് ഇയാൾ പോകുന്ന റൂട്ട് മനസ്സിലായത്. അന്ന് ഈ 1921 മലബാർ കലാപത്തിൽ തോക്ക് ഉപയോഗിക്കാനുണ്ടായൊരു കാരണം എന്ന് പറയുന്നത്, 1901-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഒരുപാട് മാപ്പിളമാരുണ്ട്. അവർക്ക് അതിൽ തോക്ക് ഉപയോഗിച്ചിരുന്നവർ. ആ തോക്കുമായിട്ടാണ് അവർ പട്ടാളത്തിൽ പിരിഞ്ഞു വരുന്നത്. അവരുടെ കയ്യിൽ ആ തോക്കുണ്ട്. അവർക്ക് വെടിവെക്കാനുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട്. കാരണം അന്നത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഭാഗമായിരുന്നു അവർ 1-ാം ലോക മഹായുദ്ധത്തിൽ. അതിൻ്റെ അനുബന്ധമായിട്ടാണ് ഇത് വരുന്നത്. 1914 മുതൽ 19 വരെയുള്ള 18 വരെയുള്ള ഒരു 19 വരെയുള്ള ഒരു സമയം 1-ാം ലോക മഹായുദ്ധം നടക്കുന്നു. 1921 ഈ കുഴപ്പം നടക്കുന്നു. 2 കൊല്ലമായിട്ടുള്ളൂ.
അപ്പോൾ അതിലൊരു അലവിയാജി എന്ന് പറഞ്ഞ ആൾ വെടിവെക്കുന്നുണ്ട് ഈറ്റൻ സാഹിബിനെ. വെടിവെച്ച് ഇയാൾ വീണു. പക്ഷേ വെടി കൊണ്ടല്ല വീണത്, തടഞ്ഞു വീണതാണ്, പേടിച്ചിട്ട് വീണതാണ്. അങ്ങനെ ഇയാളെ വളഞ്ഞ് ഇവർ പിന്നെ അവിടെ സംഘർഷമൊക്കെ ഉണ്ടാവുകയും ആ സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ പിന്നെ കലിമ ചൊല്ലി തരണമെന്ന്. നിങ്ങൾ കലിമ ചൊല്ലി തന്ന് ഞാൻ മുസ്ലിം ആയിക്കോളാം എന്ന് പറയുമ്പോൾ, ഈ മുസ്ലിം ആവുമൊന്നും വേണ്ട, ഞങ്ങളെ ആൾക്കാരെ കുറേ ദ്രോഹിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങളെന്നെ കൊല്ലുകയാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ കൊല്ലുകയാണ്. ആ കൊലപാതകം കഴിഞ്ഞ് ഇയാൾ കൊന്നു. പിന്നെ കുറച്ചൊരു ഇതായിട്ടുള്ള അന്തരീക്ഷമൊക്കെ അവിടെ ഉണ്ടായി. പിന്നെ അവിടെ കുറച്ച് ദിവസം ഈ സ്വാതന്ത്ര്യ പോരാളികളുടെ ഒരു കയ്യിലായി ഭരണം. പോലീസും പട്ടാളമൊന്നും കണ്ടെടുക്കുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ പാടെ അവിടെ ഒരു പുതിയ സൈന്യം ഇറങ്ങി. ഈ ആസാം ബർമ്മ അതിർത്തിയിലുള്ള ചിൻകച്ചിൻ പട്ടാളം. ആ ചിൻകച്ചിൻ പട്ടാളത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയാണ് ഇയാൾ. ഇതിൽ പങ്കെടുത്ത അന്നത്തെ 19 വയസ്സുകാരനായ അലവിയാക്ക എന്നോട്, ചാലുവള്ളി അലവി എന്നോട് കഥ പറയുകയാണ്. ആ ചിൻകച്ചിൻ പട്ടാളം ഇറങ്ങി. അവരുടെ കയ്യിൽ കുക്രി എന്നൊരു വലിയ കത്രിയുണ്ട്. ആ കത്രി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ ഈ മാപ്പിളമാർ ഒടുവിൽ താമസിച്ച് ഇങ്ങനെ പട്ടാളം വരുന്നുണ്ടോ എന്നൊക്കെ പാത്തും പതുങ്ങി നോക്കുകയാണ്. അവിടെ പിന്നിൽ പോയിട്ട് ആളുകളുടെ പിന്നിൽ ശബ്ദമുണ്ടാക്കാതെ ഇന്നിട്ട് കഴുത്തിൽ ഈ കുക്രി വെച്ച് ഇങ്ങനെ വലിയ കത്രിയാണ് ഇങ്ങനെ വെക്കുകയും കഴുത്തിങ്ങനെ മറിയും. ശരിക്കും കഴുത്തുകൊണ്ട് ഒടിഞ്ഞു. അങ്ങനത്തെ കത്രി പ്രയോഗമാണ് നടത്തുന്നത്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ കാരണം ഒരു ആദിവാസി സമൂഹമാണ്, ഒരു ഗോത്ര സമൂഹമാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഈ മണിപ്പൂരിലൊക്കെ കലാപങ്ങളിലൊക്കെ അത്തരം സാന്നിധ്യങ്ങളുണ്ടല്ലോ, മണിപ്പൂരിലെ ഇഷ്യൂസിലൊക്കെ. അപ്പോൾ അതുപോലുള്ളവരാണ്. അപ്പോൾ അവർ ആനയെ പിന്നെ കൊന്ന് വെടിവെച്ച് വീഴ്ത്തി ആനയുടെ ഇറച്ചി തിന്നുന്നവർ, കാക്കയുടെ ഇറച്ചി തിന്നവർ, അങ്ങനത്തെ ഒരു വർഗ്ഗമാണ് അവരെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അരങ്ങേറ്റം തുടങ്ങി. ഒരു രക്ഷയില്ലാണ്ടായി. സ്ത്രീകളൊക്കെ ഈ പട്ടാളക്കാരെ പേടിച്ചിട്ടും, ഈ ചിൻകച്ചിൻ പട്ടാളക്കാരെ പേടിച്ചിട്ടും അവരെന്ത് ചെയ്യാണ്? പിന്നെ കൊടുങ്കാടുകളിലാണ് പകൽ താമസിക്കുക. ഇത് പിന്നെ ഹിച്ച്കോക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ഹിച്ച്കോക്കല്ല, ആമസ് സൂപ്രണ്ട് എഴുതിയിട്ട് പറഞ്ഞിട്ട് മൊയാരത്ത ശങ്കരൻ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്ന് രാവും പകലും വ്യത്യാസമില്ലാതെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടാള ക്യാമ്പുകൾ പകലിങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാന്ന് തോന്നി ശാന്തമായി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ആക്രമണം വരും. രാവിലെ പിന്നെ അതിരാവിലെ എണീറ്റ് സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികളായവർ, പ്രസവിച്ച് കിടക്കുന്നവർ, പിന്നെ പ്രായം ചെന്നവർ അവരെയൊക്കെ താങ്ങിയെടുത്ത് കൊടുങ്കാടുകളിലേക്ക് പോകും. പകൽ മുഴുവൻ അവർ കൊടുങ്കാടുകളിൽ നിൽക്കും. രാത്രി മെല്ലെ ഇറങ്ങി വരും. രാത്രി പട്ടാളക്കാർ ഉറങ്ങുന്ന സമയത്ത് അവരവരുടെ ടെൻറ്റുകളിൽ ഉറങ്ങിയായിരിക്കും. ആ ടെൻറ്റുകൾക്ക് നേരെ കാലിനടിയിൽ നിന്ന് പാറ്റകൾ പൊടിയുന്നത് പോലെ മാപ്പിളമാർ പൊടിഞ്ഞുയരും. എന്നിട്ട് ഈ ടെൻറ്റുകൾ ആക്രമിച്ച് പട്ടാളക്കാരെ കൊല്ലും. പക്ഷേ ഇതിനെ ഞങ്ങൾക്ക് ആമസ് സൂപ്രണ്ട് പറയുകയാണ്, ഇതിനെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഒരു ദിവസം 300 ആളുകൾ എന്ന തോതിൽ ഈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മാപ്പിളമാരെ ഞങ്ങൾ കൊന്നുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ആ കണക്കിൽ ഒരു 18,000 ആളുകളെ കൊന്നു എന്ന് അന്നത്തെ കൊലപാതകങ്ങൾക്ക്, കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന DYSP ആമു സാഹിബ് കൊടുക്കുന്നൊരു മൊഴിയാണത്. അയാൾ പിന്നെ വലിയ ദീനിയായി. ഇപ്പോൾ ഇതൊക്കെ വന്ന ശേഷമാണ് ഈ മൊഴി കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് പറയുമല്ലോ, കുറച്ച് കൂട്ടിയിട്ടേ പറയൂ, വളരെ കുറച്ചേ പറയൂ, കിഴിച്ചേ പറയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലം, ആ കാലത്താണ് അലവിയാക്ക ഈ ഇതെല്ലാം നടക്കുന്നത്. പിന്നെ ചിൻകച്ചിൻ പട്ടാളത്തിന് പിറകെ റവന്യൂ അധികാരികൾ വന്നു. അവരെ അനൗൺസ് ചെയ്തു. പിന്നെ നാട്ടിൽ മുഴുവൻ വിളംബരം ചെയ്തു. ചെണ്ടക്കുട്ടി പറഞ്ഞു, ഈ കലാപത്തിൽ പങ്കെടുത്തവർക്കൊക്കെ അവരൊക്കെ നാളെ വാണിയമ്പലം വില്ലേജ് ഓഫീസിൽ വന്ന്, അംശക്കച്ചേരിയിൽ വന്ന് ഹാജരാകുകയാണെങ്കിൽ അവരെയൊക്കെ വെറുതെ വിടുന്നതാണ് എന്ന്, അവരെ പേരിൽ നിന്ന് കേസ് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ അത് തിരക്കടില്ലാന്ന് തോന്നി കുറേ ആളുകൾ ചെന്നു. അപ്പോൾ അവിടുന്ന് ആളുകളുടെ കുറേ പേര് വിവരം വായിച്ച ശേഷം ഇതിലെല്ലാവരും വന്നിട്ടുണ്ടോ ചോദിച്ചില്ല, കുറച്ച് ആളുകൾ കൂടി വരാണ്ട്. എന്നാൽ അവരെവിടെയുള്ള വെച്ചാൽ അവരും പോയി കൊണ്ടുവരുന്നുണ്ട്. നാളെ നമുക്ക് കേസ് മൊത്തം ഒഴിവാക്കാം. ഈ നിഷ്കളങ്കർ അങ്ങനെ ഈ ഒളിവിൽ പാർക്കുന്നവരെയൊക്കെ കൊണ്ടുവന്നു. അവരെല്ലാവരും വന്നപ്പോൾ പെട്ടെന്ന് പട്ടാളം ഇവർ വളയുകയും കൈകൾ ചങ്ങലക്കിട്ട് അവരെങ്ങനെ നടത്തിക്കൊണ്ടുവരികയും ചെയ്ത് ആ യാത്ര, റമദാനിലുള്ള യാത്ര, റമദാനിൽ അവർ ചവക്കാട്, കാളികാവ്, വാണിയമ്പലം തൊട്ട് പിന്നെ മലപ്പുറം വരെ അന്ന് നടക്കെന്ന് പറഞ്ഞാൽ ഇവരെ ഈ കുതിരവണ്ടികളുടെ പിറകിലായിരിക്കും. കുറേ പേരെ കൂട്ടിക്കെട്ടിയ ശേഷം ഒരു കയർ കുതിരവണ്ടിയുടെ പിറകിലായിരിക്കും. ആ കുതിരവണ്ടിയെ ബ്രിട്ടീഷ് ഈ പട്ടാളക്കാർ തൊളിക്കുള്ളൂ. അപ്പോൾ ഈ ആളുകൾ കുതിരവണ്ടിയുടെ സ്പീഡനുസരിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ചിലർ വീണവനെ അങ്ങനെ വലിച്ചു കൊണ്ടുപോകുക തന്നെയാണ്. അലവിയാക്കൻ എനിക്ക് പറഞ്ഞു തരുന്ന സംഭവങ്ങളത്, നേർക്കാഴ്ചകൾ. അലവിയാക്കാൻ്റെ ജ്യേഷ്ഠനെയും ഒരു ചങ്ങലയിലിട്ടു. പിന്നെ അലവിയാക്കാൻ്റെ വാപ്പാനിയും നേരത്തെ ഞാൻ പറഞ്ഞ അലവിയാജി, ഈ പട്ടാളക്കാരൻ, ഇവർ രണ്ടാളെയും ഒരു ചങ്ങലയിലിട്ടു. അങ്ങനെ മഞ്ചേരിയിൽ ഒരു ദിവസം, മഞ്ചേരിയിൽ ഒരു ദിവസം തങ്ങുന്നുണ്ട് ഇവർ. മലപ്പുറത്ത് നിന്ന് പിറ്റേന്നാണ്. മഞ്ചേരി ആ ദിവസം തങ്ങിയപ്പോൾ മഞ്ചേരി വെച്ചിട്ട് പിന്നെ അവിടെ വെച്ചാണ് ഇയാളുടെ വാപ്പ മരണപ്പെട്ടു. ആശുപത്രിയിൽ വെച്ച് വാപ്പാനെ കാണാൻ വേണ്ടി 2 ആൺമക്കളും വാപ്പയും അറസ്റ്റിലായിരിക്കുകയാണ്. ഇനി ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ, ഉമ്മയും. അവനെ കാണാൻ വേണ്ടി, മയ്യത്ത് കാണാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ വാപ്പാനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് മയ്യത്ത് കട്ടിൽ. മഞ്ചേരി ജില്ലാ ആശുപത്രി, ഇപ്പോഴുള്ള ജില്ലാ ആശുപത്രി തന്നെയാണ്, അന്നത്തെ മഞ്ചേരി ആശുപത്രി എന്ന് പറയുന്ന ആശുപത്രിയിൽ അവനെ ചങ്ങലക്കിട്ട് കിടത്തിയിരിക്കുകയാണ്. മയ്യത്ത് കണ്ടവർ പോകുന്നു, അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ.
പിന്നെ അടുത്ത ദിവസം അവരെ പിന്നെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്ന് മലപ്പുറത്തുനിന്ന് തിരൂർക്ക് നിർത്തി, മുഴുവനായിട്ട് നടത്തുകയാണ്. അങ്ങനെ കൊണ്ടുപോയ തിരൂരിലാണ് ശരിക്ക് സബ് ജയിലുകളുള്ളത്. ശരിക്കും ഇവരെ ഈ പിടികൂടിയ തടവുകാരെ പാർപ്പിക്കാനുള്ള സബ് ജയിലുകളാണ്, ശിക്ഷിക്കപ്പെട്ടവരെ. അവരെ കൊണ്ടുപോകാൻ വെല്ലൂരിലേക്ക്, കോയമ്പത്തൂരിലേക്ക് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. അവരെയാണ് പിന്നീട് ഈ വാഗണുകളിൽ, നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ വാഗൺ ട്രാജഡി എന്ന് നമ്മൾ പറയുന്ന ഈ സംഭവത്തിൽ, വാഗൺ ട്രാജഡി പറഞ്ഞാൽ വാഗൺ കൂട്ടക്കൊല, വാഗൺ മസാക്കർ, ഇത് ഇങ്ങനെയുള്ള വാഗണുകളിൽ കയറ്റുന്നത്, ഇതിനൊരു ന്യായമുണ്ട് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ വെറുതെ ഒരു കള്ളക്കഥയല്ല എന്ന് നമുക്ക് ബോധ്യമാവും. അതിൻ്റെ ന്യായം എന്താണെന്ന് വെച്ചാൽ, ഈ വാഗണുകളിൽ ഇവരെ കൊണ്ടുപോകുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ, കണ്ടാൽ ട്രെയിൻ തടയുകയും പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവരെ കൊണ്ടുപോകുന്നത് ആരും അറിയാതിരിക്കാനാണ് അടച്ചുപൂട്ടിയ വാഗണിൽ, കാറ്റും വെളിച്ചമൊന്നും കിടക്കാത്ത വാഗണിൽ, ഇവരുടെ നിലവിളികൾ പോലും പുറത്ത് കേൾക്കാത്ത വാഗണിൽ കൊണ്ടുപോകുന്നത്. അതിനിടയിൽ ഇവർ മരണപ്പെട്ടാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. ശ്വാസം കിട്ടില്ല, മരിക്കും എന്നുള്ളതൊക്കെ അവർക്കറിയാം. വെള്ളം കിട്ടില്ല, പരസ്പരം മാന്തിപ്പറിക്കും, ഇതെല്ലാം അറിയാം. അങ്ങനെയായാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയായാലും അത്രയും ആളുകളുടെ മേലുള്ള ശിക്ഷ കുറഞ്ഞു കിട്ടിയല്ലോ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അലവിയാക്കാനും ടീമിന് ഇങ്ങനെ നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സമയത്ത് അലവിയാക്ക പറയുന്നുണ്ട്, പിന്നെ സ്ത്രീകളെയൊക്കെ അവർ വെടിവെച്ച് കൊന്നിട്ട് മരിച്ചു കിടക്കുന്ന പെണ്ണുങ്ങളുടെ മാറത്ത് ചെറിയ കുഞ്ഞുങ്ങൾ പിന്നെ പറ്റിപ്പിടിച്ച് മുല കുടിക്കുന്നത്, കരയുന്നത്, പിന്നെ ഉമ്മയെ വിളിച്ചുണർത്താൻ പ്രായമായവർ വിളിച്ചുണർത്തി നോക്കുന്നത്, വയലിലൊക്കെ അഞ്ചച്ചവടി ഭാഗത്തൊക്കെ വയലിലൊക്കെ മരിച്ചു കിടക്കുന്ന സ്ത്രീകളെ കാണുന്നു. അങ്ങനെ അവർ ഇങ്ങനെ പോകുന്നു. പിന്നെ മഞ്ചേരിയിൽ വാപ്പ മരിക്കുന്നു. കുറേ കഴിഞ്ഞ് വെല്ലൂർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. വെല്ലൂർ തടവിലാക്കപ്പെടുന്നു. ഓരോരുത്തരെയും ഓരോ സെല്ലിലാണ്. കാരണം ഒരു ബ്രിട്ടീഷുകാരനെ കൊന്ന കുറ്റാണ്, കേവലമായൊരു സമരത്തിൻ്റെ കുറ്റമല്ല. ഒരു ബ്രിട്ടീഷുകാരനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ നാടൻ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലൈൻ. ആ ഗ്രാമമേ പിന്നെ വേണ്ട എന്ന് ബ്രിട്ടീഷുകാരാണ് തീരുമാനിക്കുകയാണ്, ബ്രിട്ടീഷ് സൈന്യം. അപ്പോൾ അങ്ങനെ അതിനാണ് ഈ ചിൻകച്ചിൻ പട്ടാളത്തൊക്കെ ഇറക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട്, ആ ജയിലിൽ വെച്ചിട്ട് ഇയാളുടെ ജ്യേഷ്ഠൻ മരിക്കുന്നുണ്ട്. അപ്പോൾ ജ്യേഷ്ഠൻ മരിച്ചത് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരു പെരുന്നാൾ ദിവസം പിന്നെ തടവുകാരുടെ മുമ്പിലൂടെ 2 വാർഡന്മാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പറയുന്നതാണ്, പിന്നെ ഈ അലവിയുടെ ജ്യേഷ്ഠനാണ് നാളെ മരിച്ചത് എന്ന്. പക്ഷേ ഇവർ ഒറ്റ സെല്ലിലിട്ടത് പോലും ചങ്ങലയിൽ പൂട്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ അവശേഷിച്ച ഒരാളെ പറ്റിയാണ് ഈ കഥ പറയുന്നത്. മരിച്ചുപോയവരുടെ ഓർമ്മകളാണ് നമ്മൾ ഈ പങ്കുവെക്കുന്നത്. അപ്പോൾ മലമൂത്ര വിസർജനം നടക്കാതിൽ അതിൽ തന്നെയാണ് കിടക്കേണ്ടതും, അതിൽ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. പുറത്തു വിടില്ല, കാരണം അത്ര ഭീകരന്മാർ. ഒന്ന് അനുഭവിക്കട്ടെ എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം പിന്നെ കുറേ ആളുകൾ ഇവരെയൊക്കെ ചങ്ങലയിൽ ബന്ധിതരാക്കി തന്നെ ജയിലിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയ ശേഷം ഒരു ലിസ്റ്റ് വായിച്ചു. ആ ലിസ്റ്റിൽപ്പെട്ടവരെയൊക്കെ ആന്തമാനിലേക്ക് നാടുകടത്താൻ പോവുകയാണ്. ആന്തമാൻ. മനുഷ്യൻ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. 1800കളിൽ പോയ പലരും ഭ്രാന്തായി അവിടെ നടക്കുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നാട്, മനുഷ്യരെ കൊല്ലുന്ന ആദിവാസികൾ, ഗോത്രവർഗ്ഗക്കാരുള്ള നാട്, മനുഷ്യരെ അമ്പയിൽ കൊന്ന് മനുഷ്യരുടെ ഇറച്ചി നിന്ന ഗോത്രവർഗ്ഗക്കാരുള്ള നാട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളവർ ഇപ്പോഴും അവിടെ അധിവസിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു നാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി ഒരു തിരിച്ചു വരവില്ല. നാട്ടിലാണെങ്കിൽ വാപ്പ മരിച്ചു, ജ്യേഷ്ഠൻ മരിച്ചു, ഒരു പെങ്ങൾ കെട്ടിച്ചു പോയിടത്തായിരിക്കും. ഉമ്മ അപ്പോൾ തന്നെ 2-3 വർഷം കഴിഞ്ഞാണ് ഇവിടെ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉള്ളത് പോലും അറിയില്ല. ജീവിച്ചിരിക്കാനിടയില്ല, കാരണം പെണ്ണുങ്ങളെയൊക്കെ വെടിവെച്ചില്ലല്ലേ ഈ പ്രതികളുടെ വീടുകളൊക്കെ. പിന്നെ വീടുകളൊക്കെ പൊളിച്ചടുക്കി എന്ന് നാട്ടിൽ നിന്ന് കത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വീടൊന്നും ഇല്ല എന്ന്. അങ്ങനത്തെ ഒരു ദിവസം പിന്നെ ഏതായാലും പുറപ്പെടാതിരുന്നിട്ട് കാര്യമില്ല. അതിന് തീരുമാനിച്ച ആ ദിവസങ്ങളിൽ അതിനുള്ള മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുമ്പോഴാണ്, അപ്പോഴേക്ക് ചങ്ങലയൊക്കെ അഴിച്ചിരിക്കുന്നു, എന്നാലും ഒറ്റ സെല്ലിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ പാകപ്പെടുത്തിയിരിക്കുമ്പോഴാണ് ഒരു ദിവസം ജയിലിലെ വാർഡൻ വന്നിട്ട് അലവിയെ കാണാൻ ഒരു സ്ത്രീ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. വെല്ലൂർ ജയിലിൽ ഒരു സ്ത്രീ കാണാൻ വരിക എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എന്നെ കാണാൻ ഇവിടെ സ്ത്രീകളൊന്നും വരാനില്ല, കാരണം ഇവിടെ ഒന്നും എൻ്റെ ബന്ധുക്കാരോ കുടുംബക്കാരൊന്നും ഇല്ല, അത് എന്നെ കാണാനാവില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഇയാൾ വീണ്ടും തിരിച്ചു വന്ന ശേഷം പറയുന്നുണ്ട്, ഈ ചാലുവള്ളി അലവിയെ കാണാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന്. അങ്ങനെയാണ് ആ സ്ത്രീ ദൂരെ നിന്ന് സ്ത്രീ വരാൻ വേണ്ടി പറയുകയും ആ സ്ത്രീ ഇങ്ങനെ നടന്നു വരുന്നത് കാണുകയും ചെയ്യുന്നത്. ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ അലവിയാക്ക ഈ സെല്ലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ ഉമ്മയെപ്പോലെ ഒരു സ്ത്രീയാണ് നടന്നു വരുന്നത്. ഉമ്മയാവാനും സാധ്യതയില്ല, കാരണം ബസ്സിൻ്റെ ബോർഡ് പോലും വായിക്കാൻ അറിയാത്ത, ബസ്സുകളില്ലാത്ത, കാളവണ്ടി മാത്രമുള്ളൊരു യുഗത്തിൽ, അവിടെ നിലമ്പൂരിലേക്കുള്ള റെയിൽവേയുടെ പണി പൂർത്തിയാകാത്തൊരു കാലത്ത്, പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനത്തെ ഒരു കാലത്ത്, തീവണ്ടി പോലും ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെയാണ് ഒരു കൂട്ടുമില്ലാതെ ഉള്ള മക്കളും ഭർത്താവും ഒക്കെ മരിച്ചു കഴിഞ്ഞ ഒരു ഉമ്മ വെല്ലൂരിലെ ജയിലിലേക്ക് അത്രയും പിന്നെ 10, 400, 500, 600 കിലോമീറ്റർ ദൂരത്തേക്ക് എങ്ങനെ വരാനാണ്? അതിന് സാധ്യതയില്ലല്ലോ. വരണമെങ്കിൽ എത്ര ദൂരം അവർ താണ്ടിയിരിക്കണം, കാൽനട ചെയ്തിരിക്കണം, കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് മറ്റെവിടെയെങ്കിലും പോയി കള്ളവണ്ടി കയറിയിരിക്കണം. അങ്ങനെയല്ലേ പോകാൻ കഴിയുള്ളൂ. പക്ഷെ അടുത്ത് വന്നപ്പോൾ ആ സ്ത്രീരൂപം ഇയാളുടെ ഉമ്മ തന്നെയായിരുന്നു.
അപ്പോൾ ഞാൻ അലിയാക്കാനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? അപ്പോൾ അലിയാക്ക പറഞ്ഞു സംസാരിക്കാൻ കുറച്ച് സമയമല്ലേ തരുള്ളൂ, വളരെ കുറച്ച് സമയം സംസാരിക്കാൻ തരിക. പക്ഷേ എനിക്കെൻ്റെ കണ്ണ് കൂടി നിറഞ്ഞ് ഉമ്മാനെ കാണാൻ തന്നെ ഇല്ല. ഉമ്മൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ടിട്ട് എൻ്റെ താടി തടവുന്നു, മുഖത്ത് തടവുന്നു, തലയിൽ തുഴിയുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആന്നും പറഞ്ഞു, അത്രേന്നുള്ളൂ. പിന്നെ ഒന്നും ഉമ്മാക്കും പറയാൻ കഴിയുന്നില്ല, എനിക്കും പറയാൻ കഴിയില്ല. ജയിൽവാടം വന്ന് പിടിച്ചു കൊണ്ടുപോയി. ഉമ്മാനെ എങ്ങനെ കൊണ്ടുപോകുന്നു, വലിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ പിന്നെ എൻ്റെ കണ്ണ് തുടച്ച് നോക്കുമ്പോൾ കാണുന്നുണ്ട്. നമ്മൾ പറയില്ലേ, പിന്നെ താൻ പറക്കയും മറിഞ്ഞ് നോക്കുകയും എന്നോട് കർമ്മം എന്ന് കൽപ്പിച്ചു പോയാളവൾ എന്ന പോലെ ദൂരേക്ക് നടന്നു പോകുമ്പോൾ ഓരോ രണ്ടടി നടക്കുമ്പോഴും തിരിഞ്ഞ് മകനെ നോക്കിക്കൊണ്ട് പോകുന്ന ഒരു ഉമ്മ. ആ ഉമ്മക്കറിയാം ഇനി പിന്നെ ഭർത്താവില്ല, മൂത്ത മകനില്ല, അവശേഷിക്കുന്ന ഈ ആൺതരി പോലുമില്ല. വിവരം കിട്ടി കാണുമല്ലോ ഇവരെയും ആന്തമാനിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ ചിലപ്പോൾ ഇവർ വന്നിട്ടുണ്ടാവുക, ഒന്നും അറിയില്ല. ആന്തമാനിലേക്ക് പോയി. പിന്നെ 10-12 വർഷക്കാലം അവിടെ കഴിഞ്ഞു. പിന്നെ 12 വർഷക്കാലം തുറന്ന ജയിൽ. അവിടുത്തെ ആ ജയിലും പരിസരങ്ങളും അവിടെയുള്ള കെട്ടിടങ്ങളും നിർമ്മിക്കുക എന്നുള്ള പണി ഏറ്റെടുത്തു. ആ പണിയിലായി അവർ. ആ കൂലി വൈകുന്നേരം കിട്ടുന്നൊരു കൂലി. അങ്ങനെ ആ കൂലി ഒരു കൂട്ടി പിന്നെ അന്ന് ₹1 ഒരു മാസത്തെ ശമ്പളമായിട്ട് കിട്ടും. അങ്ങനെയുള്ള ഈ വർഷങ്ങളുടെ കൂലി ഒരു കൂട്ടി കാശുണ്ട് കയ്യിൽ. പിന്നെ അൽവിയാക്ക അപ്പോഴൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു. ആ ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് മറ്റുള്ളവർക്ക്, ജയിലിലുള്ള പ്രതികൾക്ക് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കുക എന്നുള്ളൊരു പണി കൂടി അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് ഒരു പ്രത്യേക വേതനം അധികം കിട്ടി. ഈ വേതനമെല്ലാം വെച്ചിട്ട് ഏതായിരുന്നാലും ഇവിടെ രാജാജി ഗവൺമെൻറ് മദ്രാശിയിൽ വന്നു 1930-കളിൽ. പിന്നെ ബ്രിട്ടീഷ് ഭരണത്തിനിടയിൽ തന്നെ രാജാജി ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ് 1952 വന്ന ഗവൺമെൻറ് അല്ല ആദ്യം വന്നത്. ആ 30-കളിൽ 32-33 വന്ന ഗവൺമെൻറ്. ആ ഗവൺമെൻറ് പിന്നെ 1921 തുടർന്ന് ജയിലിലുള്ള എല്ലാ പ്രതികളെയും, മദ്രാസ് പ്രവിശ്യയിലുള്ള എല്ലാ പ്രതികളെയും വിട്ടയക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അതിൻ്റെ പകരമായി അലവ്യാക്കയും തിരിച്ചു വന്നു. അലവ്യാക്ക ഈ വിവരം കിട്ടിയപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നിട്ട് എന്താ, ആരുമില്ലല്ലോ, ഇനി അവശേഷിക്കുന്ന ആരുമില്ല. തന്നെ കാത്തിരിക്കാൻ ഒരാളുമില്ലാത്തൊരു മണ്ണിലേക്ക് എന്തിനു തിരിച്ചു പോകണമെന്ന് അലവ്യാക്ക ഓർത്തിട്ടുണ്ട്. അലവ്യാക്കനോട് പറഞ്ഞു എന്തിനു പോകണമെന്ന്. എന്നാലും സ്വന്തം നാടല്ലേ, ഈ ആന്തമാനിൽ പലരും ഭ്രാന്തായി നടക്കുന്നു. അങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഞാനൊരു ഭ്രാന്തനാവണ്ടല്ലോ, അതുകൊണ്ട് തിരിച്ചു പോന്നു. അപ്പോഴേക്ക് ട്രെയിനായിരിക്കുന്നു. മദ്രാസിൽ വന്ന് കപ്പലിറങ്ങി. മദ്രാസിൽ നിന്ന് ഇങ്ങനെ തീവണ്ടി മാർഗം എത്തി വാണിയമ്പലം സ്റ്റേഷനിൽ വന്ന് തീവണ്ടി ഇറങ്ങി. പിന്നീട് അങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോഴേക്ക് അസ്റായി, മഗ്രിബായി, ചില സ്രാമ്പികളിൽ കയറി നിസ്കരിച്ചു. പിന്നെ യക്ഷയായി. ഈ കുറഞ്ഞ നേരം അസ്റിനും മഗ്രിബിനും ഇടയിലുള്ള ആ പകൽ നേരത്ത് ചിലരൊക്കെ വഴിയിൽ നിൽക്കുന്ന ചില പെണ്ണുങ്ങളും കുട്ടികളും അവരൊക്കെ ഒന്നിങ്ങനെ എത്തി നോക്കി. ആണുങ്ങളൊന്നും തീരെ ഇല്ലാത്ത നാടുകളാണ്. അവരെത്തി നോക്കി. ഒരു വലിയ മനുഷ്യനാണ്, ആചാനുബാഹു, ഭയങ്കരമായ ഹൈറ്റും തടിയുള്ള ഒരാളാണ് അലവ്യാക്ക. താടി വളർന്നിട്ടുണ്ട്. ഒരാളിങ്ങനെ ഒരു മാറാപ്പും കൈ തൂക്കിങ്ങനെ വരുമ്പോൾ ആർക്കാലും ഒരു പേടി ഉണ്ടാവുമല്ലോ. ആ ഒരു നിരന്തര പീഡനമേറ്റ ആളൊരു ഗൗരവ മുഖം ഉണ്ടല്ലോ, ആ മുഖവുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പലരും നോക്കി അവരുള്ളിലേക്ക് മാറി. ഞാനങ്ങനെ നടന്നു. ഇശയും നിസ്കരിച്ചു. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ പോയി വീട് ഏതായാലും അവിടെ ഇല്ല, വീടൊക്കെ പൊളിച്ചു പോയതാണ്. പക്ഷേ ആ വീടിൻ്റെ വഴിയിലേക്ക് പോകുന്ന ഊടുവഴി, ആ ഊടുവഴിയിലൂടെ ഒന്ന് നടന്നു പോകാമെന്ന് ആ രാത്രി കരുതി. അരണ്ട നിലാവുണ്ട്. ശരിക്കും ഈ രാത്രി നമ്മൾ രാത്രിയിലെ പക്ഷികൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്ന ആ നേരം, ആ വഴിയിലൂടെ ഇങ്ങനെ പോയപ്പോൾ പണ്ട് വീടുണ്ടായിരുന്ന സ്ഥലത്തൊരു കൂര, ആ കൂരയിൽ ആരോ വിളക്കും കത്തിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ആ വിളക്കിനടുത്തേക്ക്, ആ കൂരയിലേക്ക് വെറുതെ ഇങ്ങനെ നടന്ന് ചെന്നപ്പോൾ, നടന്ന് അടുത്തെടുത്തുമ്പോൾ